ഒരു രാജ്യത്തിൻ്റെ ഭൂപടം മാറുന്നത് അതിർത്തികൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കൂടിയാണ്. ജനസംഖ്യാ വിന്യാസം അഥവാ ഡെമോഗ്രഫി എന്നത് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും സുരക്ഷയുടെയും അടിസ്ഥാന ശിലയാണ്. ഈ ഘടനയിൽ നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുമെന്നു എന്ന തിരിച്ചറിവിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതീവ നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റം സൃഷ്ടിക്കുന്ന ഡെമോഗ്രാഫിക് ഭീഷണിയെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി രാജ്യത്തിൻ്റെ സുരക്ഷാ നയങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ദേശീയ സുരക്ഷയും പരമാധികാരത്തെയും നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൻ്റെ ഗൗരവം രാജ്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലായിരുന്നു. 2025 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് രാജ്യത്തിൻ്റെ മുന്നിലുള്ള വലിയൊരു ആഭ്യന്തര ഭീഷണിയെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തിൻ്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നുവെന്നും നമ്മുടെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ കവരുന്നുവെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്നും അന്ന് പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞു. ഇതിൻ്റെ കൃത്യമായ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല സമിതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വഴി നടത്തിയിരിക്കുന്നത്. വരും തലമുറകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മോദി സർക്കാർ കാട്ടുന്ന ദീർഘവീക്ഷണത്തിൻ്റെ അടയാളമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഈ ദൗത്യം വെറുമൊരു സാധാരണ പഠന സംഘത്തിൻ്റെ കൈകളിലല്ല സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ അധ്യക്ഷനായ ഈ സമിതിയിൽ രാജ്യത്തെ പ്രഗത്ഭരായ ആളുകളാണ് ഉള്ളത്. ഭരണനിർവഹണ രംഗത്ത് മികച്ച പരിചയസമ്പത്തുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ ദുർഗാ ശങ്കർ മിശ്ര, ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ അതീവ വൈദഗ്ധ്യമുള്ള മുൻ IPS ഉദ്യോഗസ്ഥൻ ബാലാജി ശ്രീവത്സവ, പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ ഷാമിക എന്നിവരടങ്ങുന്നതാണ് ഈ സംഘം. രാജ്യത്തെ മതപരവും സാമൂഹികവുമായ തലങ്ങളിൽ വന്നിട്ടുള്ള ഭാവികമായ ജനസംഖ്യാ മാറ്റങ്ങൾ അതീവ ശാസ്ത്രീയമായി വിശകലനം ചെയ്യും. നിയമവിരുദ്ധ കുടിയേറ്റം ക്രമസമാധാന നിലയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഈ സമിതിയുടെ ശരിക്കുമുള്ള ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഡെമോഗ്രാഫിക് മാറ്റങ്ങളെ കേന്ദ്ര സർക്കാർ ഇത്രമേൽ ഗൗരവത്തോടെ കാണുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. രാജ്യത്തെ തദ്ദേശീയ ആദിവാസി ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ തനതായ സംസ്കാരവും അവരുടെ സാംസ്കാരിക പദവിയും സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നിയമവിരുദ്ധമായ കുടിയേറ്റം കാരണം ചില പ്രത്യേക മേഖലകളിൽ ഉണ്ടാകുന്ന ജനസംഖ്യാ വിന്യാസത്തിലെ വ്യതിയാനങ്ങൾ പ്രാദേശികമായി വലിയ സാമൂഹിക സംഘർഷങ്ങൾക്കും വിഭവങ്ങളുടെ സമമില്ലാത്ത വിതരണത്തിനും കാരണമാകുന്നുണ്ട്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഡെമോഗ്രാഫിക് മിഷനാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു സർക്കാരിന് ഇത്തരം അടിയന്തര വിഷയങ്ങളിൽ കണ്ണടച്ചിരിക്കാൻ സാധിക്കുകയില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്തമാണ് ഇവിടെ ഭരണപക്ഷം നിറവേറ്റുന്നത്. അസ്വാഭാവികമായ ഇത്തരം ജനസംഖ്യാ മാറ്റങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായ പരിഹാരം കാണുന്നത് ഏതൊരു ശക്തമായ ജനാധിപത്യ രാജ്യത്തിൻ്റെ അനിവാര്യമായ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് നിയമവിരുദ്ധ കുടിയേറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ സാമൂഹിക ആഘാതങ്ങളെക്കുറിച്ചും ഇത്ര വിപുലമായ ഒരു പഠനം നടക്കുന്നത്. വരും നാളുകളിൽ ഈ സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കേവലം ഒരു രേഖയായി അവശേഷിക്കില്ല. അത് ഇന്ത്യയുടെ ഭാവി കുടിയേറ്റ നയങ്ങളെയും അതിർത്തി സുരക്ഷയും ആഭ്യന്തര സാമൂഹിക നിയമങ്ങളെയും കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കാൻ പോണ അടിത്തറയായി മാറും. ഭാരതത്തിൻ്റെ പരമാധികാരവും തദ്ദേശ ജനതയുടെ അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം രാജ്യത്തിൻ്റെ സുസ്ഥിരമായ ഭാവിക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്.